ഉക്രൈനെതിരെ ശക്തമായ ആക്രമണവുമായി റഷ്യ മുൻപോട്ട് കുതിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ട്രംപ് പറഞ്ഞത്, എനിക്ക് ഇനി പുടിനോട് ഒരു സന്ദേശവും നൽകാനില്ല എന്നും താൻ അത് നൽകിക്കഴിഞ്ഞു എന്നും താൻ ഇനി എന്ത് ചെയ്യുമെന്ന് പുടിന് നന്നായി അറിയാമെന്നും കൂടി ട്രംപ് പറയുന്നു. അതിനിടയിൽ ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, പുടിൻ എന്താണ് തീരുമാനിക്കുന്നത് അതേ നാണയത്തിലായിരിക്കും അമേരിക്കയുടെ പ്രതികരണം. അവർ സന്തോഷമുള്ള കാര്യമാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനൊപ്പം നിൽക്കും, അതല്ല അസന്തുഷ്ടിക്ക് ഇടവരുത്തുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ അത്തരത്തിലും പ്രതികരിക്കും എന്ന് ചോദിച്ചു. തുടർന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇതുവരെ നിങ്ങൾ പുടിനെതിരെ എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചപ്പോൾ ക്ഷുഭിതനായിക്കൊണ്ട് ട്രംപ് പറഞ്ഞത്, നിങ്ങൾ കാണുന്നില്ലേ അവരുടെ സഖ്യകക്ഷിയായ ഇന്ത്യക്ക് മേൽ ഞങ്ങൾ വലിയ തീരുവയാണ് ചുമത്തിയിരിക്കുന്നത്, ഇനിയും അത് ഇരട്ടിയാക്കും. അവരുടെ സഖ്യകക്ഷികളെ തളർത്തിയതോടുകൂടി തന്നെ പുടിന് 100 ബില്യണിലധികം നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു സൂചന മാത്രമാണ് ഇന്ത്യക്കെതിരെ നടത്തിയിരിക്കുന്നത്. ഇനി അവരുടെ മറ്റ് സഖ്യകക്ഷികൾക്കെതിരെ തങ്ങൾ ഇത്തരത്തിൽ ആക്രമണം കടുപ്പിക്കും. ഇതിനിടയിൽ ഈ ട്രംപ് സൈനിക നീക്കമാണോ നടത്തുന്നത്, അതുപോലെ തന്നെ ഈ ഉപരോധമോ ഇല്ലെങ്കിൽ താരിഫോ മറ്റോ ഉയർത്തിക്കൊണ്ട് നടത്തുന്ന നടപടികളാണോ എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നു. കാരണം ട്രംപ് ഒരു അന്ത്യശാസനം പുടിന് നൽകിയിരുന്നു, 2 ആഴ്ചക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. അതെങ്ങും എത്തുന്ന ലക്ഷണങ്ങളൊന്നും തന്നെയില്ല. അതിനിടയിൽ സെലൻസ്കിയുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചതായിട്ടുള്ള വിവരവും വരുന്നു. ഏത് വിധേന യുദ്ധം നിർത്തുക എന്നുള്ളതാണ് ട്രംപിന്റെ മുൻപിലുള്ള ഏക വഴി. ഇപ്പോൾ ട്രംപ് മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ട് യുദ്ധം തീർക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ട്രംപിനുമില്ല. ഉക്രൈന് എതിരായി റഷ്യ വലിയ രീതിയിൽ ആക്രമണം കടുപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ട്രംപിന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാകൂ. ഒരുപക്ഷെ നോബൽ സമ്മാനമൊക്കെ തൽക്കാലം മറന്നുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മുൻപോട്ട് നീങ്ങുകയാണ് ട്രംപ്. കൂടുതൽ ഉപരോധങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അത് കൂടുതൽ കലുഷിതമാക്കും ലോകക്രമം തന്നെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.